നമസ്കാരം. പ്രണയം എപ്പോഴും മധുരമുള്ള ഓർമ്മയാണ്. ധാരാളം പ്രണയകഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വിചിത്രമായൊരു പ്രണയകഥയെ കുറിച്ച് പറയാം. മരിച്ചുപോയ യുവതിയുടെ മൃതദേഹം ശവക്കല്ലറ തുറന്ന് പുറത്തെടുത്ത് മൃതദേഹത്തിനൊപ്പം അമേരിക്കക്കാരനായ ഡോക്ടർ താമസിച്ചത് 7 വർഷമാണ്. മൃതദേഹത്തിനൊപ്പം കഴിയാനുള്ള കാരണമായി ഇയാൾ പറഞ്ഞത് തന്റെ കാമുകിയാണ് ആ യുവതി എന്നാണ്. മരിയ എബെല്ല മിലാഗ്രോ ഡി ഹിയോറസ് എന്ന യുവതിയുടെ മൃതദേഹത്തിനൊപ്പമാണ് ഇയാൾ കഴിഞ്ഞത്. US-ലെ ഫ്ലോറിഡയിൽ നിന്നുള്ള കാൾ ടാസ്ലർ എന്ന ഡോക്ടറാണ് താൻ ചികിത്സിച്ചുകൊണ്ടിരിക്കെ മരിച്ചുപോയ യുവതിയുടെ മൃതദേഹം ശവക്കല്ലറ തുറന്ന് പുറത്തെടുത്ത് മൃതദേഹത്തിനൊപ്പം 7 വർഷക്കാലം ജീവിച്ചത്. യുവതിയുടെ ആത്മാവ് സ്ഥിരം തന്നെ കാണാൻ എത്താറുണ്ട് എന്നും ജീവിതത്തിലേക്ക് വരാൻ അവർക്ക് ആഗ്രഹമുള്ളതിനാലാണ് തന്റെ സ്വപ്നത്തിൽ യുവതി എത്തുന്നത് എന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇയാൾ യുവതിയുടെ മൃതദേഹം പുറത്തെടുത്ത് അവർക്കൊപ്പം കഴിയാൻ തുടങ്ങി. അതും 7 വർഷത്തോളം. ഇയാൾ മൃതദേഹത്തിൽ വിവിധ പരീക്ഷണങ്ങളും നടത്തിയിരുന്നു. മരിയയുടെ മൃതദേഹത്തിന്റെ മുഖത്ത് മാസ്കും കണ്ണുകളിൽ കൂളിംഗ് ഗ്ലാസും ഇയാൾ ധരിപ്പിച്ചിട്ടുണ്ട്. 21-കാരിയായ യുവതി ക്ഷയരോഗത്തിന് ചികിത്സയ്ക്ക് വേണ്ടി വന്നപ്പോഴാണ് ഡോക്ടർ പരിചയപ്പെട്ടത്. പിന്നീട് യുവതിയുമായി അടുപ്പത്തിലാകുകയായിരുന്നു. പിന്നീട് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് യുവതി മരിച്ചുപോയി. വീട്ടുകാർ യുവതിയുടെ മൃതദേഹം സംസ്കരിച്ചതിനെ തുടർന്ന് അവരറിയാതെ ശവക്കല്ലറ തുറന്ന് ട്രാൻസ്ലർ മൃതദേഹം മോഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് 7 വർഷക്കാലം ഇയാൾ യുവതിയുടെ മൃതദേഹത്തിനൊപ്പം കഴിഞ്ഞു. പല മതങ്ങളിലും വിശ്വാസങ്ങളിലും തത്വചിന്തകളിലും ജീവികളുടെ അബൗദ്ധികമായ അംശത്തെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ആത്മാവാണ് ഡോക്ടറെയും ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ മതങ്ങളിലും മിക്കവാറും എല്ലാ ചിന്താധാരകളിലും ആത്മാവിന് ഭൗതികമായ ശരീരത്തെക്കാൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആത്മാവ് അനശ്വരമാണ് എന്നാണ് ആത്മാവിന്റെ സ്വതന്ത്ര നിലനിൽപ്പിൽ വിശ്വസിക്കുന്നവർ കരുതുന്നത്. ഒരാളുടെ ബോധവും വ്യക്തിത്വവും ഉൾക്കൊള്ളുന്ന മനസ്സ്, ആത്മം എന്നീ ആശയങ്ങളുമായി സാമ്യമുള്ള ഒന്നാണ് ആത്മാവ് എന്നാണ് സങ്കല്പം. ഭൗതിക മരണത്തിന് ശേഷവും ആത്മാവ് നിലനിൽക്കും എന്നാണ് പൊതുവെ ആസ്തികരിലുള്ള വിശ്വാസം. ദൈവമാണ് ആത്മാവിനെ സൃഷ്ടിക്കുന്നത് എന്ന് ചില മതങ്ങൾ പറയുന്നുണ്ട്. ചില സംസ്കാരങ്ങൾ മനുഷ്യേതര ജീവികൾക്കും അചേതന വസ്തുക്കൾക്കും ആത്മാവുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആത്മാവ് അനശ്വരമാണ് എന്ന വിശ്വാസം മതങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പുനർജന്മം, മോക്ഷം എന്നിവ ഇന്ത്യയിലെ ആത്മീയവാദികളുടെ പ്രധാന ആശയങ്ങളാണ്. ജീവിതത്തെ ഭൗതികം, ആത്മീയം എന്നിങ്ങനെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. ശരീരത്തിന്റെ ആവശ്യങ്ങളെ ഭൗതികമെന്നും മനസ്സിന്റെ ആശയങ്ങളെ ആത്മീയമെന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഗർഭസ്ഥ ശിശുവിന് 4-ാം മാസത്തിലാണ് ആത്മാവ് നൽകൽ എന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുന്നു. ആത്മീയവാദം, ഭൗതികവാദം എന്നിങ്ങനെ 2 വേർതിരിവുകൾ ആത്മാവിന്റെ അനശ്വരമായ നിലനിൽപ്പിൽ വിശ്വസിക്കുന്നവരും അല്ലാത്തവരുമായി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഡോക്ടർ ആ ആത്മാവിനെ വിശ്വസിച്ച് 7 വർഷക്കാലമാണ് ഒരു മൃതദേഹത്തിനോടൊപ്പം കഴിഞ്ഞത്. വെറുതെ കഴിയുക മാത്രമല്ല, ആ 7 വർഷക്കാലവും അദ്ദേഹം ആ മൃതദേഹങ്ങളിൽ വിവിധതരം പരീക്ഷണങ്ങളും നടത്തിയിരുന്നു. വാർത്തയുടെ നിറം തേടി തനി നിറം.